ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇത് ചുമക്കും കഫക്കെട്ടിനുമെല്ലാം നല്ലതാണ്. ഇത് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. എരിവ് കുറച്ച് കൊടുത്താൽ മതി. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുണ്ടാക്കാനുള്ള സാധനങ്ങൾ: കുറച്ച് ചുക്ക് വേണം, 2 അച്ച് ശർക്കര, ഒരു പിടി തുളസിയില, കുറച്ച് ചെറിയുള്ളി, 2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അതിനായി ആദ്യം ചുക്ക് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കാം. കുറച്ച് സമയം ചുക്ക് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിച്ചെടുക്കാനാവും. ഞാൻ ഇതുപോലെ ഇഞ്ചിക്കുത്തിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ചതച്ചെടുക്കാം. ഇതിപ്പോൾ ചതച്ചെടുത്തു. ഇതുപോലെ ഇനി ബാക്കിയുള്ള ഉള്ളിയും കുരുമുളകും ചെറിയ ജീരകവും ഇതുപോലെ ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടി ചതച്ചെടുത്തു. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് ചതച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ശർക്കര കൂടിയിട്ട് ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. 5 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് വെള്ളമാവുന്നത് വരെ വറ്റിച്ചെടുക്കാം. എരിവ് കൂട്ടണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിട്ടാലും മതി. ഇതിപ്പോൾ കുറുകി വന്നു. വെള്ളമെല്ലാം പകുതി വറ്റിച്ചെടുത്തു. എന്നിട്ട് അരിച്ച് മാറ്റി വെച്ച് ഇനി ഇതിലേക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കൂവപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കണം. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയൊരു സ്പൂണിന് 1/2 ടീസ്പൂണാണ് ഇത് കലക്കി ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് കൂടിപ്പോയാൽ ഇത് മൊയ്ത്ത് പോവും. അതുകൊണ്ട് കുറച്ച് മാത്രം കൂവപ്പൊടി കലക്കി ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത് ചേർത്താൽ നല്ല രസമാണ് കുടിക്കാൻ. കുട്ടികളൊക്കെ കുടിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി തൂമിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇത് കുടിക്കാൻ നല്ല രസമാണ്.
ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.